ഹായ്, വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബോണ്ടി കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ റിച്ചായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലിരുന്ന മുട്ടയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചധികം നേരം മുമ്പേ തന്നെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 5 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാമേ. ഞാനിവിടെ ബീറ്ററാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേ സ്റ്റെപ്പ് മിക്സിയിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രശ്നവും ഇല്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1 കപ്പ് വരെ എടുക്കാവുന്നതാണ്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. പൊടിച്ച പഞ്ചസാരയാണ് കുറച്ചായിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂണിനും പകുതി വാനില എസൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ഇല്ല എങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 50 ml പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിരുന്ന പാലാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന പാൽ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ മൈദയിലും ചെയ്യാം, അല്ലെങ്കിൽ ആട്ടയിലും ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കൊക്കോ പൗഡറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സീവ് ചെയ്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് സീവ് ചെയ്ത ആ ഒരു മിക്സ് ഈ ഒരു എഗ് മിക്സിലേക്ക് കുറച്ചായിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പതുക്കെ വേണം, വളരെ പതുക്കെ വേണം കേട്ടോ ഇളക്കിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ ശരിയാവില്ല. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പതുക്കെ ഇളക്കിയെടുക്കണേ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പം നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ പരുവം കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ എല്ലാം വെച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒരു മോൾഡ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുന്ന ടൈം കൊണ്ട് ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ml പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ 100 ഗ്രാമോളം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇത് മിസ് ചെയ്യാണ്ട് ചെയ്യണം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. 100 ഗ്രാം ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണേ, ഇല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഓഫായിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 250 ഗ്രാം ഫ്രഷായിട്ട് ചിരുകി വെച്ച ഗ്രേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അത് തണുത്ത് വരുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കേക്കും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. കുത്തുമ്പോൾ അങ്ങ് താണു പോകുന്നുണ്ട് കേട്ടോ. അത്രയും പഞ്ഞി പോലത്തെ കേക്കാണ്. അത് ഞാൻ ഇതാ ഇവിടെ 3 കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ 3 മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഏത് പാത്രത്തിൽ നിന്നാണോ ഡിമോൾഡ് ചെയ്തത് ആ പാത്രത്തിലോട്ട് തന്നെ ആദ്യത്തെ ഒരു ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് വെറ്റ് ചെയ്യിക്കാനായിട്ട് ഞാൻ കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് പാലൊഴിച്ച് എല്ലാ സ്ഥലവും ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് തണുക്കാൻ വെച്ച കോക്കനട്ട് മിക്സ് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിന് കിട്ടുവേ. ഒട്ടും തന്നെ വേസ്റ്റ് ആവാണ്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ കാണിച്ചു തരുന്നത്. അത് ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പാൽ വെച്ച് ഫുള്ളായിട്ടൊന്ന് വെറ്റ് ചെയ്യിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് വീണ്ടും കോക്കനട്ട് ഫില്ലിങ് വെക്കും. പിന്നെയും അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കും. പിന്നെയും അതിൻ്റെ പുറത്ത് ഇതുപോലെ പാൽ വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്യിച്ചെടുക്കും.
ഇനി ഇതെല്ലാം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി തിരിച്ചൊരു ബോർഡിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തൊഴിക്കാനായിട്ട് ഒരു ഗ്ലേസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 100 ഗ്രാം ചോക്ലേറ്റും 80 ml വിപ്പിംഗ് ക്രീമുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് കൊണ്ടുവരാം. ഇനി ആ ചോക്ലേറ്റ് മിക്സ് ഇതിൻ്റെ പുറത്തോട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കുക. ഇനി ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ഫുള്ളായിട്ട് നല്ല രീതിയിൽ എല്ലായിടത്തും ഈ ചോക്ലേറ്റ് എത്തുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കണേ. എന്നിട്ട് നേരെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. 1-2 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഇത് ഫുള്ളായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. ഫ്രീസറിലല്ല, താഴെ തട്ടിലാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഏതൊരു കേക്കും ഇന്ന് ചെയ്തിട്ട് നാളെ എടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ മോയ്സ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.